28-ാം ദിവസത്തെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 28-ാം ദിവസം 189-ാമത്തെ പേജിൽ കാലനേമിവധം വരെയാണ് 27-ാം ദിവസം വായിച്ചത്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് രാക്ഷസേന്ദ്രൻ കാലനേമി പറഞ്ഞൊരു വാക്കുകൾ പീയൂഷ തുല്യങ്ങൾ കേൾക്കയാൽ എന്ന് തുടങ്ങുന്ന വരി മുതൽ 197-ാമത്തെ പേജിൽ ധ്യാനമുറപ്പിച്ചു, തൽഫലം പ്രാർത്ഥിച്ചു, മൗനവും ദീക്ഷിച്ചു, ഹോമം തുടങ്ങിനാൻ എന്ന വരി വരെയാണ് 28-ാം ദിവസം വായിക്കേണ്ടത്. അതിനി എവിടാണെന്ന് നോക്കാം. 189-ാമത്തെ പേജ് ഇവിടെ വരെ 27-ാം ദിവസം വായിച്ചവർ അതിൻ്റെ ബാക്കിയും കൂടെ വായിക്കണം. അല്ലാതെ കാലനേമിവധം വരെ നിർത്തിയവർ ഇവിടെ മുതൽ വായിക്കണം. 28-ാം ദിവസം കാലനേമിവധം മുതൽ 189-ാമത്തെ പേജിൽ അവിടെ മുതൽ 197-ാമത്തെ പേജ് വരെ, പേജ് നമ്പർ 197 ഇവിടെ വരെ. ധ്യാനമുറപ്പിച്ചു, തൽഫലം പ്രാർത്ഥിച്ചു, മൗനവും ദീക്ഷിച്ചു, ഹോമം തുടങ്ങിനാൻ എന്ന വരി വരെ. ഈ വരി വരുന്നത് രാവണൻ്റെ ഹോമവിഘ്നം എന്ന സബ്ഹെഡിങ്ങിലാണ് ഈ വരി വരുന്നത്. 197-ാമത്തെ പേജിൽ 28-ാം ദിവസം വായിച്ചു നിർത്തേണ്ടത് രാവണൻ്റെ ഹോമവിഘ്നം എന്ന് പറയുന്ന സബ്ഹെഡിങ്ങിലെ ഈ വരി വരെയാണ്. ധ്യാനമുറപ്പിച്ചു, തൽഫലം പ്രാർത്ഥിച്ചു, മൗനവും ദീക്ഷിച്ചു, ഹോമം തുടങ്ങിനാൻ എന്ന വരി വരെ. യുദ്ധകാന്ഡം 28-ാം ദിവസം 197-ാമത്തെ പേജ് വരെ.